ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജൂപ്പിറ്റർ 125 ആണ്. ഏറ്റവും പുതിയ കളർ ഇന്നലെ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ആ കളർ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇപ്പം ഏറ്റവും പുതിയ ജൂപ്പിറ്റർ 125 നിങ്ങൾക്ക് വാങ്ങിക്കാനാണെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും, അതുപോലെ ഈ ഓണം ഓഫർ എന്തൊക്കെയാണ്, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഗൈസ്, നമുക്ക് ഓണം ഓഫറായിട്ട് വരുന്നത് 2000 രൂപയുടെ ആക്സസറീസും അതുപോലെ 1 ഇയർ ഫ്രീ അഡീഷണൽ സർവീസ് ഫ്രീ ഓഫ് ലേബർ കോസ്റ്റ് ആയിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഷ്വേർഡ് ഗിഫ്റ്റ്, നമുക്ക് എല്ലാ പർച്ചേസിലും അഷ്വേർഡ് ഗിഫ്റ്റ്സും ഇവർ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ ന്യൂലി ലോഞ്ച് ചെയ്തിരിക്കുന്ന കളർ. ഈ കളറിൻ്റെ പേര് എലൈറ്റ് ഗ്രീൻ എന്നാണ് ഈ ന്യൂലി ലോഞ്ച് ചെയ്ത വണ്ടിയുടെ കളറിൻ്റെ പേര്. സോ നമുക്ക് ഈ വണ്ടിക്ക് അത്യാവശ്യം വേരിയൻസുകളൊക്കെ വരുന്നുണ്ട്. വേരിയൻസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ഡ്രം വേരിയൻ്റ് ഉണ്ട്, ഡിസ്ക് വേരിയൻ്റ് ഉണ്ട്. ഡിസ്ക് അതിൻ്റെ കൂടെ തന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ ഡിസ്പ്ലേ തന്നെ 2 ടൈപ്പുള്ള ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ നോർമൽ ഡിസ്പ്ലേ ഒന്ന് ഇതുപോലത്തെ നമുക്ക് എൻടോർക്ക് എക്സ്ടിയിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. സോ ഈ പുതിയതായി ലോഞ്ച് ചെയ്തിരിക്കുന്ന കളറ് ഇതിന് മുമ്പ് നമുക്ക് 2 ഡുവൽ ടോൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നു, ഡുവൽ ടോൺ കളറിൽ. സോ ഈ കളർ അത്യാവശ്യം നല്ലൊരു കളർ തന്നെയാണ്. നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതുപോലെ സസ്പെൻഷൻ വരുന്നത് ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വരുന്നത് മോണോ ട്യൂബ് ഇൻവെസ്റ്റഡ് ഗ്യാസ് ഫീൽഡ് സസ്പെൻഷനാണ്. നമുക്കത് 3 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രണ്ട് ലുക്കിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ നേരത്തെ ഉണ്ടായ പോലെ തന്നെ LED ഡിസ്പ്ലേയും അതുപോലെ എല്ലാം സെയിം തന്നെ കാര്യങ്ങളുണ്ട്. ഹാൻഡിൽസിന് മാത്രമേ ഒരു ചേഞ്ച് ആയിട്ടൊരു എക്സ്ട്രാ ആയിട്ട് നമുക്കൊരു ഗ്രിപ്പ് കൊടുക്കുന്നുണ്ട്. ഒരു മെറ്റൽ ബാർ ഒരു സൈഡിൽ വരുന്നുണ്ട്. സ്മാർട്ട് എസ് കണക്റ്റിൻ്റെ ഒരു ലോഗോ കാണാം. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെ ക്രോമിയം 2 സൈഡിലും ക്രോം വരുന്നുണ്ട്. വേരിയൻസിൽ LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ താഴെ വരികയാണെങ്കിൽ DRL കാണാം. ബേസ് മോഡലിന് ഇവിടെ ക്രോമിയം വരില്ല, അതിന് മേളിലുള്ള വേരിയൻസ് മാത്രമേ വരുന്നുള്ളൂ. TVSൻ്റെ ഐഗോ അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലോഗോ നമുക്കിവിടെ കാണാം. സോ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. 1990 സെക്ഷൻ R12 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൂടുതൽ ഡിസ്കിൻ്റെ ഒരു ഡയമെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 220 mm ഒരു ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലും 130 mm സാധാ ഡ്രം ബ്രേക്സ് ആണ് ബാക്കിൽ വരുന്നത്. പിന്നെ നമ്മൾ എൻജിൻ സെക്ഷനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ എൻജിൻ സെക്ഷൻ നമുക്ക് 125 cc ഒരു എൻജിനാണ് വണ്ടിക്ക് വരുന്നത്. അത് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 6 PS പവറും, അത് 6500 RPM 6 PS പവറും, അതുപോലെ 10 Nm ടോർക്ക്, 10.5 Nm ടോർക്ക് നമുക്ക് 4500 RPM ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ വേരിയൻസ് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ ഫീച്ചേഴ്സ് ഇവർ കൊടുക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ്ലി നമുക്ക് മെയിനായിട്ട് പറയാവുന്നത് ഇവർ ഹസാർഡ് സ്വിച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹസാർഡ് സ്വിച്ച്, അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റും കാര്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ നമുക്ക് വെൽക്കം റൈഡർ എന്നുള്ളൊരു ലോഗോയും, ഇത് നമുക്ക് പല മോഡ്സായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. RPM മീറ്റേഴ്സ് ഒക്കെ വരുന്ന രീതിയിൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റിയും എല്ലാം ഇതിൽ തന്നെ കിട്ടുന്നു. ട്രിപ്പ് മീറ്റേഴ്സും ഓഡോമീറ്ററും എല്ലാം ഡിജിറ്റലായിട്ട് നമുക്ക് എൻടോർക്ക് XTയിലൊക്കെ വരുന്ന അതേ രീതിയിലുള്ള ഒരു ഇതാണ് വരുന്നത്. ഇത് ഹസാർഡ് സ്വിച്ച് ഓൺ ആക്കിയിട്ടുള്ള ഒരു രീതിയാണ്. ഇതാണ് LED DRLസും അതുപോലെ വരുന്നത്. അതിനകത്ത് തന്നെ ഇൻഡിക്കേറ്റേഴ്സും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഹസാർഡ് സ്വിച്ച് ഓൺ ആക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ബാക്കിലേക്ക് ഇതുപോലെ LED സ്ട്രിപ്പ് 2 സൈഡിലേക്കും വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ്. പിന്നെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പാസ് സ്വിച്ച് വരുന്നുണ്ട്. ഹൈ ബീം, ലോ ബീം, പാസ് സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ച്, അതുപോലെ നമുക്ക് ഹോൺ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എൻജിൻ സ്റ്റാർട്ട്, അതുപോലെ വോയിസ് അസിസ്റ്റൻറ്റ് അതും അവിടെ തന്നെയാണ്. പിന്നെ ഇത് നമുക്ക് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. അതുകൊണ്ട് 100 മീറ്റർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ജംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫ്യൂവൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് അത്. നമുക്കിത് ഓൺ ആക്കിയിട്ടിരിക്കുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായി ഓഫാകും. എന്നിട്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആക്സിലേറ്റർ കുറച്ചും കൊടുത്താൽ മതി. ഇങ്ങനെയാണ് പുഷ് ചെയ്ത് റൈറ്റിലേക്ക് വെക്കുമ്പോൾ പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ടുള്ള ഇത് നമുക്ക് തരും. ഇപ്പോൾ ഫ്രണ്ടിലാണ് ഇതിൻ്റെ ഫുഡ് ബോർഡിൻ്റെ അവിടെയാണ് പെട്രോൾ ഫില്ല് ചെയ്യുന്ന
ഇത് വരുന്നത്, പെട്രോൾ നിറയുന്നത്. സാധാരണ ബാക്കിലായിട്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് 33 ലിറ്ററിൻ്റെ ഫുഡ് സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 33 2 ഹെൽമെറ്റ് നമുക്ക് വണ്ടിക്ക് ഈസി ആയിട്ട് കൊള്ളും അകത്ത്. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഈ വേരിയൻ്റ് വന്നിരിക്കുന്നത് നമുക്ക് പില്ലിയൻ ബാക്ക് റെസ്റ്റ് വന്നിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിക്ക് ചേഞ്ചസ് ഇപ്പം വന്നിരിക്കുന്നത്. ഹസാർഡ് ലാമ്പ്, പിന്നെ ഫോളോ മീ ലാമ്പ് എന്ന് പറഞ്ഞൊരു ഹെഡ് ലാമ്പ്സിൽ, അതായത് നമ്മൾ വണ്ടി നിർത്തിക്കഴിഞ്ഞ് കുറച്ച് നേരത്തേക്കിന് ഹെഡ് ലാമ്പ്സ് ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. ഫോളോ മീ ഹോം എന്ന് പറഞ്ഞ കാറിലൊക്കെ കാണുന്നൊരു ഫീച്ചറാണത്. അത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ സ്കൂട്ടറിലെ സെഗ്മെൻറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് കിക്കർ സ്റ്റാർട്ട് വണ്ടിക്ക് വരുന്നില്ല. ഇതിന് തൊട്ട് താഴത്തെ ഒരു മോഡലുണ്ട്, അതിന് നമുക്ക് കിക്കർ സ്റ്റാർട്ട് വരുന്നതാണ്. സോ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വരികയാണെങ്കിൽ 1,30,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് ഓൺ റോഡ് പ്രൈസ്. പിന്നെ അഡീഷണൽ ആയിട്ട് 4,000 രൂപ നമുക്ക് ആക്സസറീസ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ, അതിൽ ആക്സസറീസ് നമുക്ക് 4,000 രൂപ വരുന്നുണ്ട്. അതിനകത്ത് 4,000 രൂപ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. വേണ്ടാത്തവർക്ക് 1,30,000 രൂപയ്ക്ക് വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ആക്സസറീസും കൂടെ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് വരുവാണെങ്കിൽ 1,34,000 രൂപയ്ക്ക് നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റുന്നതാണ് വണ്ടി. ഇത്ര ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്കുള്ളത്. പിന്നെ ഇവിടെ OBD 2Bൻ്റെ ഒരു ബാഡ്ജിങ് കൂടെ സൈഡിൽ കാണാം. ഇവർ അവകാശപ്പെടുന്നത് വണ്ടിക്ക് ഇപ്പം ഒരു അസിസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന്, ഐഗോ അസിസ്റ്റ് എന്നാണ് അവരതിനെ പറയുന്നത്. അതായത് കുറച്ച് ഒരു മൈലേജ് ഓറിയൻഷനായിട്ട് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വേണമെങ്കിൽ നമുക്കതിനെ വിശ്വസിപ്പിക്കാം. അത്യാവശ്യം നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അത്യാവശ്യം നമുക്കൊരു മൈലേജ്, ഒരു ചെറിയ മോട്ടറിൻ്റെ സഹായത്തോടെ കുറച്ച് മൈലേജ് നമുക്ക് എക്സ്ട്രാ കിട്ടാനായിട്ട് ഇതിന് സഹായിക്കും. ഇനി നമുക്ക് ഫുഡ് ബോർഡിൻ്റെ ആ സെക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ വെയിറ്റ് ക്യാരി ചെയ്യാനായിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ അത്യാവശ്യം 2 kg വരെയൊക്കെ വെയിറ്റ് ചെയ്ത് താങ്ങും. നമുക്കിവിടെ ചാർജിങ് സോക്കറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ഹുക്കും കാര്യങ്ങളും ഇവിടെ മാക്സിമം 3 kg വരെ ഈ ഹുക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. സൈഡിലേക്ക് വരുവാണെങ്കിലും ഫുഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നു. ഇവിടെ ഒരു ക്രോമിയം സ്ട്രിപ്പ് ഇവിടെ നൈസായിട്ട് വന്നിട്ടുണ്ട്. 125 ബാഡ്ജിങ് നമുക്ക് സൈഡിൽ കാണാം. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എല്ലാ ഭാഗങ്ങളും കണ്ടോ, ഈ ഭാഗം അതുപോലെ ഫ്രണ്ടിലെ ഈ ഭാഗം ഇതെല്ലാം മെറ്റലായിട്ടാണ് വരുന്നത്. ഇത് മെറ്റൽ, അതുപോലെ ഇതും മെറ്റൽ, ഫ്രണ്ടിലെ ഈ ഭാഗവും മെറ്റൽ, അതുപോലെ സൈഡ് മെറ്റലും. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് മെറ്റൽ ബോഡി ആയിട്ട് തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വണ്ടിക്ക് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് പറയാവുന്നത് ഈ ബാക്കിലെ ടയേഴ്സാണ്. ഫ്രണ്ടിലെ അതേ ഡയമെൻഷൻ തന്നെയാണ് ബാക്കിലെ ടയറും വരുന്നത്. ട്രാക്ക് ചെയ്യാനുള്ള ഡയമണ്ട് കട്ട് അലോയ്സും ഇതിലും വരുന്നുണ്ട്. 90/90 R12 ആണ് ടയർ സൈസ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. റിഫ്ലക്റ്റേഴ്സ് മുകളിൽ ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നത്. TVSൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ജൂപ്പിറ്ററിൻ്റെ ഒരു സിമ്പലും അതുപോലെ തന്നെ റിഫ്ലക്റ്റേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. 1,34,000 വിത്ത് ആക്സസറീസ് നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. ഇവിടെ ഫ്രണ്ടിലും നമുക്ക് TVSൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രേക്ക് നമുക്ക് ലോക്ക് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി വരുന്നുണ്ട് കേട്ടോ. ബ്രേക്ക് നമുക്കിവിടെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹാൻഡ് ബ്രേക്ക് പോലെ ലോക്ക് ചെയ്യാം. ഇപ്പോൾ ഇറക്കത്തിലൊക്കെ വണ്ടി നിർത്തിയിരിക്കുകയാണെങ്കിൽ അതൊരു നല്ല യൂസ്ഫുൾ ഫീച്ചർ തന്നെയാണ്. പിന്നെ സെൻട്രൽ സ്റ്റാൻഡ്, സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ ഓഫ് ആവും സൈഡ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ. ഇത്രയും ഫീച്ചേഴ്സാണ് വണ്ടിക്ക് വന്നിരുന്നത്. പിന്നെ നമ്മൾ ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 5.1 ലിറ്ററാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി. അതുപോലെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. വീൽ ബേസ് 1275 mm വീൽ ബേസും. അതുപോലെ സീറ്റ് ലെങ്ത്, ഈ വണ്ടിക്കാണ് ഒരു അത്യാവശ്യം നല്ല സീറ്റ് ലെങ്ത് ഒരു സ്കൂട്ടറാണ്. 790 mm സീറ്റ് ലെങ്ത് വണ്ടിക്ക് വരുന്നുണ്ട്. ഈ ഫ്രണ്ട് പോർഷനിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. 2 ലിറ്റർ കപ്പാസിറ്റിയാണ് ആ സ്റ്റോറേജ് സ്പേസിൽ വരുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഇസ്മി ഗിരി സൈനിങ് ഓഫ്. ബൈ.